13-ാം ദിവസം രാവിലെ 11 മണി. കോയിലിലെ മാമ മച്ച മനസ്സു വച്ച ജല്ലിക്കെട്ടിൽ ജയ് വിളിക്കൂലേ. പൊന്നെ പൊമ്പിളയെ ഓടി മാമയിലെ കുറ്റാലം കുയിൽ കൂവാൻ നിൽക്കൂല. ഉച്ചയ്ക്ക് 12 മണി. മത്സരാർത്ഥികളെ ശ്രദ്ധിക്കൂ. ലൈവ് സ്റ്റോറി ടാസ്ക് ഇന്നു മുതൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തുടങ്ങുകയാണ്. ഈ ടാസ്കിൽ ആദ്യമായി പങ്കെടുക്കാൻ വന്നിരിക്കുന്നത് ഹാരി നൊഹാരയാണ്. ഹാരി, താങ്കൾക്ക് താങ്കളുടെ ജീവിതകഥ ഇവിടെ പറയാവുന്നതാണ്. ഓക്കെ ബിഗ് ബോസ്. സോ ഞാൻ ഹാരി നൊഹാര. ആഫ്റ്റർ സ്കൂൾ ആൻഡ് കോളേജ് ലൈഫിന് ശേഷം ഒരു കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാനൊരു ടെലിവിഷനിൽ ഹിറ്റായ ഒരു റിയാലിറ്റി ഗെയിം ഷോയിലേക്ക് വന്നു. പിന്നെ അതിലൂടെ കുറേ പേർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതിനുശേഷം കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ വൈഫിനെ ആദ്യമായി കാണുന്നത്. പിന്നീട് ഞങ്ങൾ സംസാരിച്ചു, ഫ്രണ്ട്ലി ആയി, പിന്നീട് അതൊരു ലവായി, മാരേജായി, അങ്ങനെ കടന്നുപോയി. പിന്നീട് ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. സോ നല്ലൊരു കുടുംബജീവിതം തന്നെ നയിച്ചു. ഞാൻ ചെയ്ത എൻ്റെ ആ ഒറ്റ ഷോ കൊണ്ട് മാത്രമാണ് ഇന്ന് ലോകമെമ്പാടും അറിയുന്ന ഒരു വ്യക്തിയായി, ഒരു വ്യക്തിത്വത്തിന് ഉടമയായി ഞാൻ മാറുന്നത്. അങ്ങനെ ഇരിക്കെ എൻ്റെ ഷോ പിന്നീട് പുതിയ എപ്പിസോഡുകളോ ഒന്നും തന്നെ പുറത്ത് വിട്ടിരുന്നില്ല. അങ്ങനെ ലോങ് ടൈം ഞാൻ വീട്ടിൽ തന്നെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബിഗ് ബോസ് സീസൺ 2 നിന്നും ഒരു കോള് വരുന്നത്. എൻ്റെ വൈഫ് ഈ ബിഗ് ബോസ് ഷോയുടെ ആദ്യ സീസണിൽ ഒരു കണ്ടസ്റ്റൻ്റായി, സീസൺ 1 കണ്ടസ്റ്റൻ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ സീസൺ 2 ഒരു മത്സരാർത്ഥിയായിട്ട് വരാമോ എന്ന് വിളിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും എൻ്റെ വൈഫ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലൈവ് സ്റ്റോറി എന്ന് പറയുന്നത് ബിഗ് ബോസ്.